മൈ ആസ്ട്രോ വിന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ വർഷം ഗണേശ ചതുർത്ഥി ആചരിക്കുന്നത് ഓഗസ്റ്റ് 27-നാണ്. ഓഗസ്റ്റ് 26-ന് രാത്രി 1:54 ആരംഭിച്ച് ഓഗസ്റ്റ് 27-ന് പുലർച്ചെ 3:44 അവസാനിക്കും. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഈ ദിനം ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന പ്രത്യേക സമയമാണിത്. ആ ദിവസം 6 അപൂർവ യോഗങ്ങൾ രൂപപ്പെടുന്നു. രവിയോഗം, ശുഭയോഗം, സൂര്യൻ സൃഷ്ടിക്കുന്ന ആദിത്യയോഗം, കന്നിരാശിയിൽ നിന്ന് ചന്ദ്രനും ചൊവ്വയും ചേരുന്നതിലൂടെ ധനയോഗം, കർക്കിടകത്തിൽ ബുധനും ശുക്രനും ചേർന്ന് ഉണ്ടാകുന്ന ലക്ഷ്മി നാരായണ യോഗം, ചന്ദ്രൻ സൃഷ്ടിക്കുന്ന ഗജകേസരി യോഗം. ഇവയാണ് 6 അപൂർവ യോഗങ്ങൾ. ഈ 6 യോഗങ്ങളും ഗണേശ ചതുർത്ഥി ദിനത്തെ അതുല്യവും അനുഗ്രഹപൂർണവുമാക്കുകയും ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സമ്മാനിക്കുകയും ചെയ്യും. ഗണേശ ചതുർത്ഥി ദിനത്തിൽ രൂപം കൊള്ളുന്ന 6 ശുഭയോഗങ്ങൾ പല രാശികളുടെയും ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തുന്നു. പ്രത്യേകിച്ച് കർക്കിടകം ഉൾപ്പെടെയുള്ള 5 രാശിക്കാർക്ക് ഈ ദിനം അത്യന്തം ഭാഗ്യകരമായിരിക്കും. ഈ ശുഭയോഗങ്ങൾ അവരുടെ ജീവിതത്തിൽ അനവധി നേട്ടങ്ങളും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങളും എത്തിക്കുന്നു. ആരോഗ്യത്തോടെ കാര്യങ്ങൾ വിജയകരമായി കൈകാര്യം ചെയ്യാനും സാമ്പത്തിക വളർച്ച കൈവരിക്കാനും ഭഗവാൻ ഗണപതി അനുഗ്രഹം നൽകുന്ന ദിനമാണ് ഗണേശ ചതുർത്ഥി. കുംഭൻ രാശിക്കാരുടെ ഈ വർഷത്തെ ഗണേശ ചതുർത്ഥി ഫലം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. 6 ശുഭയോഗങ്ങളുടെ സ്വാധീനത്താൽ കുംഭൻ രാശിക്കാർക്ക് ഈ കാലഘട്ടം വളരെയധികം സന്തോഷവും നേട്ടങ്ങളും നിറഞ്ഞതായിരിക്കും. സാമ്പത്തികമായി അനുകൂല സാഹചര്യം ഉണ്ടാവുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിക്ഷേപങ്ങൾക്ക് മികച്ച സമയമായതിനാൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയും. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫലപ്രദമായി മുന്നേറുകയും പുതിയ നേട്ടങ്ങൾ നൽകുകയും ചെയ്യും. വരുമാനം ഇരട്ടിയാകുന്നതോടെ ജീവിതം കൂടുതൽ സ്ഥിരതയാർജിക്കുന്നു. ജോലിസ്ഥലത്ത് ഉയർച്ചയും ശമ്പള വർധനവും ലഭിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ദിനങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അടുത്തത് കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഈ വർഷത്തെ ഗണേശ ചതുർത്ഥി ഫലം എങ്ങനെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഗണേശ ചതുർത്ഥി ദിനത്തിൽ കർക്കിടകം രാശിക്കാർക്ക് രൂപം കൊള്ളുന്ന ശുഭയോഗങ്ങൾ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ സമ്മാനിക്കുന്നു. സൗഹൃദ ബന്ധങ്ങൾ ശക്തമാകുകയും അവ ജീവിതത്തിൽ വലിയ പിന്തുണയായി മാറുകയും ചെയ്യും. സന്തോഷകരമായ നിരവധി സാഹചര്യങ്ങൾ മുന്നിലേക്ക് എത്തുകയും കരിയറിൽ ഉയർച്ചയും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ തുറന്നു വരികയും ചെയ്യും. എല്ലാ അനുഗ്രഹങ്ങൾക്കും പിന്നിൽ ഗണപതി ഭഗവാന്റെ ദിവ്യ കൃപ തന്നെ ഉണ്ടാകും. ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹകരമായ സമയമായിരിക്കും നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അടുത്ത ഗണേശ ചതുർത്ഥി ഫലം മകരം രാശിയുടേതാണ്. ഗ്രഹസംയോജനങ്ങളുടെ അനുകൂല സ്വാധീനത്താൽ ഈ രാശിക്കാർക്ക് ഗുണപരമായ നിരവധി മാറ്റങ്ങൾ അനുഭവപ്പെടും. ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുകയും അത് നിങ്ങളെ കൂടുതൽ ഉയർച്ചകളിലേക്ക് നയിക്കുകയും ചെയ്യും. ധനകാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കാലമാണിത്. വിവിധ മാർഗങ്ങളിലൂടെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാം. ആശങ്കകൾ അവസാനിച്ച് ആത്മവിശ്വാസം വളരുന്ന സമയവുമാണിത്. കടുപ്പമുള്ള തീരുമാനങ്ങൾ പോലും ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ശുഭകരമായ ഫലങ്ങളിലേക്ക് മാറും. ജോലിയിൽ ഉയർച്ചയും സ്ഥിരമായ സാമ്പത്തിക പുരോഗതിയും നിങ്ങളെ തേടിയെത്തും. ചിങ്ങൻ രാശിക്കാരുടെ ഗണേശ ചതുർത്ഥി ഫലമാണ് അടുത്തത്. ഗണേശ ചതുർത്ഥി ദിനത്തിലെ ശുഭയോഗങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഏറെ ഗുണപരമായ ഫലങ്ങൾ നൽകുന്നു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ കാലമാണിത്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കോടതി വിഷയങ്ങളിലും നിങ്ങളുടെ പക്ഷത്തെ അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. പാരമ്പര്യ സ്വത്ത് വിഭജനത്തിലോ കൈവശപ്പെടുത്തുന്നതിലോ ഭാഗ്യയോഗം തെളിയും. പങ്കാളിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും കുടുംബജീവിതം സന്തോഷവും ഐക്യവും കൊണ്ട് നിറയുകയും ചെയ്യുന്നു. അടുത്ത ഗണേശ ചതുർത്ഥി ഫലം തുലാം രാശിക്കാരുടേതാണ്. ഈ അപൂർവ ഗ്രഹ സംയോജനം തുലാം രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുടെ തുടക്കമായിരിക്കും. പുതുവഴികളിലേക്ക് നയിക്കുന്ന മികച്ച അവസരങ്ങൾ ഇപ്പോൾ ആരംഭിക്കുവാൻ പോവുകയാണ്. വിവാഹ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയും. സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കുകയും ജീവിതം സ്ഥിരതയാർജിക്കുകയും ചെയ്യും. ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും ഉന്മേഷം വീണ്ടെടുക്കുകയും ചെയ്യും. ഭാഗ്യം എല്ലായ്പ്പോഴും നിങ്ങളെ പിന്തുണയ്ക്കുന്ന സമയമാണ്.
തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.